ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ ഈ ആയത്താണ് പറഞ്ഞത്. പിന്നെ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അവിടെ വന്ന് ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ സൂറത്തുൽ ഫതഹിൽ നമ്മൾ പഠിച്ചാണത്. അന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു ഈ യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൗറാത്തിലുള്ള വർണ്ണനയാണ്. ഒരിക്കൽ അതാ ഇബ്നു യസാർ, താബിഈ പണ്ഡിതരാണ്, അതാ ഇബ്നു യസാർ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ വസ്ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്ത്, തൗറാത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ഫ് വർണ്ണന എനിക്ക് പറഞ്ഞു തരൂ. അത്താവ് ചോദിക്കുകയാണ് ആരോട്? അംർ ബിൻ ആസിനോട്. തൗറാത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണന എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് അത്താവ് ചോദിക്കുന്നത്. അപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വർണ്ണന എന്താണ് അത് തന്നെയാണ് തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ വർണ്ണന. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ വർണ്ണന എന്താണോ അത് തന്നെയാണ് തൗറാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വർണ്ണന. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയം, തൗറാത്തിൽ റസൂലുള്ളാഹിൻ്റെ വസ്ഫ് എനിക്ക് പറഞ്ഞു തരും എന്നാണ് ആര് പറയുന്നത്? അതാ ഇബ്നു യസാർ അംർ റളിയല്ലാഹുവിനോട് പറയുന്നത്. പക്ഷേ തൗറാത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം തെളിവായി ഉദ്ധരിച്ചാൽ, അല്ലെങ്കിൽ തൗറാത്തിനെ എടുത്ത് അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് പിന്നെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഈ സംവാദം നടത്തുകയോ അല്ലെങ്കിൽ പിന്നെ വിഷയം അവതരിപ്പിക്കുക ചെയ്തതിന് ചില ആളുകൾ ചോദ്യം ചെയ്യും, എന്തിനാ തൗറാത്ത് എടുക്കുന്നത്, എന്തിനാ തൗറാത്ത് നിന്ന് ഉദ്ധരിക്കണത്, പിന്നെ നമുക്ക് വിശുദ്ധ ഖുർആൻ പോരെ എന്ന് പറഞ്ഞിട്ട് ദഅവത്ത് നടത്തുന്നതിനെ എന്ത് ചെയ്യും, ചിലർ വിമർശിക്കും. ശരിക്കും ആ വിമർശനം ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ തൗറാത്തിൻ്റെ ഒരു ഏട് കണ്ട് ഇതിനാൽ ദേഷ്യപ്പെട്ട ഒരു സംഭവമുണ്ട്. അത് ദഅവത്തിന് വേണ്ടിയിട്ട് ഉമർ ആ ഏടെടുത്തതല്ല. ഉമറിനെ ജൂതന്മാർക്ക് ഭയങ്കര പ്രിയമായിരുന്നു. വിശുദ്ധ മദീനയിലേക്ക് ഉമർ ഹിജറ വന്നതിൽ പിന്നെ മുഹാജിറീങ്ങളോട് എല്ലാവരോടും ഒരു നിലപാട്, ഉമറിനോട് പ്രത്യേക നിലപാടായിരുന്നു അവർക്ക് ജൂതന്മാർക്ക്. കാരണം ഉമറിനെ അവർക്ക് പാട്ടിലാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും ഉമറുമായി ബന്ധപ്പെട്ട ചില ഡീലിങ് അവരുടേത് സംശയാസ്പദമാണ്. ആരുടേത്? ജൂതന്മാരുടേത്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അവരെന്ത് ചെയ്തിരുന്നു? തൗറാത്തിൻ്റെ ഏട് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് റസൂൽ ദേഷ്യപ്പെട്ടത്. മുതവഹിഖൂന യബ്നൽ ഖത്താബ് എന്നൊക്കെ പറഞ്ഞ റസൂൽ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെടുത്തിട്ടാണ് ദഅവത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തോ ഇസ്ലാം പറയുന്നത് എന്തോ അതാണ് വേദങ്ങളിലുള്ളതെന്ന് പറഞ്ഞ് വേദങ്ങൾ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ചില ആളുകൾ പറയും അത് പാടില്ല, എന്തിനാണ് വേദങ്ങൾ ഉദ്ധരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. യഥാർത്ഥത്തിൽ അത് നിയമപരമാണെന്നുള്ള തെളിവാണ് ഈ സംഭവം. അതാ ഇബ്നു യസാർ ചോദിക്കാൻ അംർ റളിയല്ലാഹുവിനോട്, ഈ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ നിവേദനം ചെയ്യുന്ന സഹിഹ ഹദീസാണിത്. തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ഫ് എന്ത്, വർണ്ണന ഉണ്ട്, അത് പറയൂ എന്നാണ്. അപ്പോൾ അജൽ പറയാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് തന്നെയാണ് തൗറാത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണന എന്ന് പറഞ്ഞിട്ട് അംർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. ഇത് തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണനയാണ്. ഞാൻ ഈ അറബി തഫ്സീറുകൾ നോക്കിയപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 242 അങ്ങോട്ട് വചനങ്ങൾ എന്തിട്ടുണ്ട് പിന്നെ അറബി തഫ്സീറുകളിൽ അത് കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ വർണ്ണന പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ബൈബിളിൻ്റെ ഭാഷയിൽ പിന്നെ വന്നത് നൽകിയത് ഞാൻ വായിച്ചു അറബി തഫ്സീറുകളിൽ കേട്ടോ. ഞാൻ മലയാള ബൈബിളുണ്ട്, അത് നോക്കിയപ്പോൾ ഏറെക്കുറെ ആ ഒരു രീതിയിൽ വായിക്കാൻ സാധിച്ചു. അലാ കുല്ലി അംർ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു ഈ ആയത്ത ഓതിയത്
വനദീറ വരെ ഓതി. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി അംർ റളിയല്ലാഹു റസൂലുള്ളാഹിൻ്റെ വർണ്ണന ബൈബിളിലുള്ളത് അല്ലെങ്കിൽ തൗറാത്തിലുള്ളത് പറയുന്നുണ്ട്. അതിലുള്ളത് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് വനദീറ എന്ന് കഴിഞ്ഞിട്ട് വഹിർസല്ലിൽ ഉമ്മിയീൻ അൻത അബ്ദി വറസൂലി സമ്മൈതുകൽ മുതവക്കിൽ ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ് വലാ യദ്ഫഉ السيئة بالسيئة لا يقبضه الله حتى يقوم به الملة العوجاء بلا إله إلا الله حتى يفتح به قلوبا غلفا وأعينا سما وأعينا عميا وآذانا سما എന്ന് പറഞ്ഞിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള റഹ്മക്കല്ലാഹ് വിശേഷണങ്ങൾ ബൈബിളിൽ വന്നത് അല്ലെങ്കിൽ തൗറാത്തിൽ വന്നത് അംർ റളിയല്ലാഹു അൻഹു അതായിന് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തതാണ്. അതിലൂടെ ഇത് നമ്മൾ മനസ്സിലാക്കി ഷാഹിദൻ വംബശറൻ വനദീറൻ കഴിഞ്ഞ ആഴ്ച ബൈബിൾ തൗറാത്തിലുള്ളത്. പിന്നെ വഹിർസല്ലിൽ ഉമ്മിയീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മികൾക്ക് ഹിർസായിരിക്കും, സംരക്ഷകനായിരിക്കും. ഉമ്മികൾ എന്ന് പറഞ്ഞാൽ അറബികളാണ്. എന്നാല് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. ഉമ്മികൾ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് കാവൽക്കാരനായിട്ട് നിയോഗിതനാകും. ഉമ്മിയീൻ സംരക്ഷകനായിട്ട്. പിന്നെ അൻത അബ്ദി വറസൂലി, അങ്ങ് എൻ്റെ ദാസനാണ്, എൻ്റെ ദൂതനാണല്ലോ പറയാനുള്ള. പിന്നെ സമ്മൈതുകൽ മുതവക്കിൽ, ഞാൻ അങ്ങേക്ക് മുതവക്കിൽ എന്ന് പേരിട്ടിരിക്കുന്നു. പിന്നെ ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ, അങ്ങ് പിന്നെ ആരല്ല ഫദ്, കടുത്ത ഭാഷയല്ല, പരുഷ ഹൃദയനല്ല. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ ബഹളം വെക്കുന്നവനല്ല. സഖാബിൻ അസ്വാഖ്. പിന്നെ വലാ യദ്ഫഉ സയ്യിഅത ബിസയ്യിഅതി, തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കൂല, തടുക്കൂല. പിന്നെ ലാ യഖ്ബിദുഹു, അല്ലാഹു അദ്ദേഹത്തെ മരിപ്പിക്കുകയില്ല. ഹത്താ യുഖവ്വിമ ബിഹി അൽ മില്ലത്തൽ ഔജാഅ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം കൊണ്ട് ഈ തെറ്റിപ്പോയ വളഞ്ഞുപോയ മാർഗഭ്രംശികളായ ഈ മില്ലത്തിനെ നേരെയാക്കാതെ എന്നിട്ട് പിന്നെ അടഞ്ഞ ഹൃദയങ്ങളെയും പിന്നെ അടഞ്ഞ കാതുകളെയും പിന്നെ അന്ധമായ കണ്ണുകളെയും ഒക്കെ അള്ളാഹു അദ്ദേഹത്തിലൂടെ തുറപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ട് പറയുന്നത്. ഏതായാലും ഇവിടെ വിഷയതാണ്. ഈ ആയത്താണ് ഓതിയത്. നമ്മുടെ ഈ ആയത്താണ് അംർ റളിയല്ലാഹു തആല അൻഹു ഓതി തുടങ്ങിയത്. റസൂലുള്ളാഹിൻ്റെ വർണ്ണന തൗറാത്തിൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊക്കെ തന്നെയാണ് എന്ത് ചെയ്തത്, തൗറാത്തിലുള്ളത്. അല്ലെ, ഈ പറഞ്ഞതൊക്കെ എവിടെ ഉണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അംർ പറഞ്ഞ തൗറാത്തിലെ ഈ വർണ്ണനകളൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന് കഴിഞ്ഞ ആഴ്ച നമുക്ക് വിട്ടുപോയി. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള പ്രബോധകനാണ്. ബിഇദ്നിഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വേച്ഛപ്രകാരമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രകൃതി പുറത്തോ ചെയ്യണതല്ല ദഅവത്ത്. പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടാണ്. അതാണ് ബി അംരിക ഇയാഹുനോ, ഇങ്ങനെയാണ് തബരി പറഞ്ഞത്, ഇബ്നു ജരീർ. പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയാലാണ് താങ്കൾ എന്ത് ചെയ്യണത്? അള്ളാഹുവിലേക്ക് പ്രബോധകൻ. താങ്കളുടെ സ്വേഷ്ടപ്രകാരമല്ല, പ്രകൃതമല്ല, പിന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾ അതിനെ നിയോഗിച്ചതാണ്, കൽപ്പിച്ചതാണ്. അതാണ്, അതുകൊണ്ടാണ് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി. അപ്പോൾ അങ്ങനെയാണ് അള്ളാഹു ഇന്ന അർസൽനാക താങ്കളെ അയച്ചത്. ഇവിടെ വസിറാജം മുനീറ, നമ്മൾ പറഞ്ഞ സിറാജ്. വിശുദ്ധ ഖുർആനിൽ സിറാജില്ലേ, സിറാജ് വിശുദ്ധ ഖുർആനിൽ വേറെ പറഞ്ഞിട്ടില്ലേ? എവിടെ പറഞ്ഞ്? വജഅൽനാ സിറാജം വഹാജ. ആരാ ഈ സിറാജും വഹാജ്? സിറാജ് ആരാ അവിടെ? സിറാജ് ആരാ? തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ, അല്ലേ? അത് പറഞ്ഞില്ലേ സൂറത്ത് നബയിൽ? നിങ്ങൾ പറഞ്ഞത് എന്താണ്? വജഅൽന നഹാറ മാശ വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ വജഅൽന സിറാജൻ വഹാജ. അവിടെ സിറാജ്. അപ്പോൾ ആരാ ഈ സിറാജ്? സിറാജ് ആരാ? നക്ഷത്രമല്ലല്ലോ, സൂര്യനാണ്. സൂര്യനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാജ് എന്ന് പറഞ്ഞത്. പക്ഷേ സൂര്യനാകുന്ന സിറാജ് ആരാണ്? സൂര്യനാകുന്ന സിറാജ് വഹാജാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സിറാജ് എന്ന് പറഞ്ഞ് പിന്നെ തശ്ബീഹ് ചെയ്ത് ഉപമിച്ച്, സൂര്യനെ സിറാജിനോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത്. എന്നിട്ട് ആ സിറാജിനെ വഹാജ് എന്നാണ് വിശേഷിപ്പിച്ചത്.
വജഅൽനാ സിറാജൻ വഹാജ, പ്രോജ്വലമായ ജ്വലിക്കുന്ന സിറാജിനെ നാം സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്. സിറാജ് എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്? ഷംസ്, സൂര്യനാണ്. ഫുർഖാനിലെ ആയത്തിൽ തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ, അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ വാനങ്ങളിൽ ബുറൂജ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ പടച്ചു, നിശ്ചയിച്ചു. വജഅല ഫീഹാ സിറാജൻ, വാനത്തിൽ അള്ളാഹു ആരെ നിശ്ചയിച്ചു? സൃഷ്ടിച്ചു? സിറാജിനെ സൃഷ്ടിച്ചു. സിറാജ് ആരാ? സൂര്യൻ. ഖമറൻ, എന്താ ഖമറനേഷ്? ഖമറാണ് മുനീർ, സിറാജ് മുനീർ അല്ല, ഖമറാണ് മുനീർ അല്ലേ? ഖമറാണ് മുനീർ. സിറാജ് വഹാജാണ്. വിശുദ്ധ ഖുർആനിൽ സിറാജ് വഹാജാണ്. ഖമറാണ് ആര്? മുനീർ അല്ലേ? വെട്ടം പരത്തുന്നത്, പ്രകാശം തരുന്നത് ഖമറാണ്. സിറാജിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വഹാജ് എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപമിച്ചത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപമിച്ചത് സിറാജൻ മുനീറ എന്നുള്ളതാണ്. സൂര്യൻ്റെ വർണ്ണനയായ സിറാജിനെയും ഖമറിൻ്റെ വർണ്ണനയായ മുനീറിനെയും ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചത്. മനസ്സിലാണ്ട്? ഈ പറഞ്ഞത് മനസ്സിലാണ്ടോ? വിശുദ്ധ ഖുർആനിൽ സിറാജ് സൂര്യനാണ്. വിശുദ്ധ ഖുർആനിൽ മുനീർ എന്നത് ഖമറിൻ്റെ വർണ്ണനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാജം വഹാജ എന്നാണ് സൂര്യനെ പറഞ്ഞത്, ഉപമിച്ച് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിറാജൻ വഹാജ എന്ന് പറഞ്ഞില്ല. പിന്നെയോ സിറാജം മുനീറ എന്നാണ് പറഞ്ഞത്. വസിറാജം മുനീറ. അതെന്തുകൊണ്ട്? സിറാജ് നമ്മൾ പറഞ്ഞ ഷംസ്, സൂര്യനുള്ള ഉപമയാണ്. ഈ സൂര്യൻ്റെ പ്രത്യേകത, സിറാജ് സൂര്യൻ്റെ പ്രത്യേകത, സൂര്യനിൽ തീയാണ് അല്ലേ? സൂര്യനിൽ വഹജാണ്, സൂര്യനിൽ ലഹബാണ്, ജ്വാല അല്ലേ? സൂര്യനിൽ ഹറാറത്താണ്, സൂര്യനിൽ ചൂടാണ്. അതേപോലെ തന്നെ സൂര്യനിൽ തീയാണ്, സൂര്യനിൽ ജ്വാലയുടെ ആവിയാണ്. അതേപോലെ തന്നെ സൂര്യനിൽ ജ്വാലയാണ്. സൂര്യനിൽ വേറെയുണ്ട് കേട്ടോ, സൂര്യൻ്റെ ധർമ്മങ്ങൾ വേറെയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം അങ്ങനെ ഈ അർത്ഥത്തിൽ ഒരാളെ സൂര്യൻ എന്ന് പറയുമ്പോൾ ആ വർണ്ണന എന്തല്ല, ഒരാൾക്ക് ആ രീതിയിൽ പറയുമ്പോൾ ആ വർണ്ണന കൃത്യമല്ല, അതൊരു മദഹാവില്ല. പക്ഷേ അതുകൊണ്ടാണ് സിറാജൻ വഹാജ എന്ന് പറയാതെ സിറാജൻ മുനീറ എന്ന് പറഞ്ഞത്. മുനീർ എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്നാണ്. നൂർ പ്രകാശമാണ് അല്ലേ? നൂറ് പ്രകാശമാണ്. നൂറിൽ എന്തില്ല? ഇപ്പോൾ ഇവിടെ പ്രകാശമുണ്ട്, ഇവിടെ ചൂടില്ല, ഹറാറത്തില്ല. അതാണ് സിറാജൻ മുനീറ എന്ന് പറഞ്ഞത്. സൂര്യനാണ്, പക്ഷേ ഈ സ്വഭാവങ്ങളുള്ള സൂര്യനല്ല. പിന്നെയോ ഏത് സ്വഭാവമുള്ള സൂര്യനാണ്? നൂറും പ്രകാശവും അതേപോലെ തന്നെ ബുറൂദത്ത് തണുപ്പുമുള്ള സൂര്യനാണ്. അതാണ് ഈ ഒരു വർണ്ണൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിറാജൻ മുനീറ എന്ന് പറഞ്ഞതിൽ അതിൻ്റെ പ്രത്യേകത. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? ഉപമിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ചന്ദ്രനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞത് ഖമറൻ മുനീറ എന്ന്. ഖമറൻ മുനീറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മുനീറായ ഖമറിനെ പടച്ചു എന്നാണ് അള്ളാഹു. സിറാജിനെ പടച്ചതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സിറാജ് വഹാജാണ്. സിറാജ് വഹാജ ആകുമ്പോൾ ഒരിക്കലും സിറാജ് സഹിയല്ല. ആളുകൾക്ക് അടുക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ ഒന്നും പറ്റൂല. അതേസമയം സിറാജ് മുനീറാകുമ്പോൾ ആളുകൾക്ക് പ്രകാശമാണ്, ആളുകൾക്ക് സമാധാനമാണ്, ആളുകൾക്ക് തണുപ്പാണ്. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാജൻ മുനീറ എന്ന് പറഞ്ഞത് പ്രകാശം തരുന്ന സിറാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ധകാരങ്ങളിൽ നിന്ന് മാനവർക്ക് ദീപ്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ വിഭാഗത്തല്ല, അന്ത്യനാളിൽ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? ചില നബിമാർ അവരുടെ കൂടെ ആരുമില്ല. ചില നബിമാർ അവർ ഒരാളായിട്ട് വരും പടച്ചവൻ്റെ സമക്ഷത്തിലേക്ക്, ചിലർ 2 പേരായിട്ട് വരും, ചിലർ ചെറിയൊരു ആൾക്കൂട്ടായിട്ട് വരും, ചിലർ വലിയ ആൾക്കൂട്ടായിട്ട് വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ ചക്രവാളം മുട്ടെ അല്ലേ, വലിയ ഒരു വിഭാഗമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്സാരം ആളുകൾക്കല്ല എന്ത് ചെയ്തിട്ടുള്ളത്? മുനീറായി വർദ്ധിച്ചിട്ടുള്ളത്. അതാണ് കവി പറഞ്ഞില്ലേ,
അഖൂക ഈസ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി എന്നാണ്. നിസ്ലാസ്ലമ തങ്ങൾ വർണ്ണിച്ചിട്ട് കവി പറയാണ് അഖൂക ഈസ, നിസ്ലാസ്ലമ തങ്ങൾ പറയാണ് താങ്കളുടെ സഹോദരൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അഖൂക ഈസ ദഅ മൈതൻ, ഒരു മയ്യത്തിനെയാണ് വിളിച്ചത്. ഫഖാമ ലഹു, അപ്പോൾ ആ മയ്യത്ത് എന്ത് ചെയ്ത്, ഈസാ നബി എന്ത് ചെയ്തു, ഒരു മയ്യത്തിനോട് കുമ്പി ഇതിനില്ല അള്ളാഹിൻ്റെ അനുവാദപ്രകാരം എഴുന്നേൽക്കുന്നല്ലേ. അപ്പോൾ ഒരു മയ്യത്താണ് എന്ത് ചെയ്തത്, എഴുന്നേറ്റത്. അതാണ് കവി പറയുന്നത് അഖൂക ഈസ ദഅ മൈതൻ ഫഖാമ ലഹു, ഒരു മയ്യത്തിനാണ് നീപ്പിച്ചത്, ആ ഈസാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ മയ്യത്ത് എഴുന്നേറ്റു. വ അൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി എന്നാണ്, താങ്കൾ തലമുറകളെയാണ് എന്ത് ചെയ്തത്, മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചത്. വലിയ ഒരു തലമുറയെ അങ്ങ് മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് ജാഹിലിയ സമൂഹത്തെ ജീവിപ്പിച്ചു എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുനീറായി വർത്തിച്ചത് ഒന്നോ രണ്ടോ ആളുകൾക്കല്ല, പിന്നെയോ തലമുറകൾക്കാണ്, വലിയൊരു പുരുഷാരത്തിനാണ്. ആ പുരുഷാരം എത്ര എന്നുള്ളത് മഹ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായിട്ട് റസൂലിൽ വരുമ്പോൾ അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, ആ ഇതറിയാൻ പറ്റുന്നുള്ള അത്ര ആളുകൾക്ക് റസൂലുള്ള മുനീറായി വർത്തിച്ചു എന്നുള്ളതാണ്. സിറാജം മുനീറ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ചില മാലകളിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒളിയായിരുന്നാണ്. ഒളി നടത്തണമെങ്കിൽ എന്താ, പിന്നെ ഇങ്ങനെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തിൽ പിന്നെ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആലാൻ്റെ സൂചി വീണുപോയപ്പോൾ അത് രാത്രി എന്താണ് പിന്നെ റസൂലുള്ളാഹിൻ്റെ ഒളിയിൽ ഫാത്തിമ സൂചി എടുത്തു എന്നാണ് കണ്ടെത്തിയെന്നാണ്. അങ്ങനെ പിന്നെ ഉള്ള ഒരു പറച്ചിലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എന്താണ്, ഒരു പ്രകാശം പൊഴിച്ചുകൊണ്ടുള്ളൊരവസ്ഥ എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം. റസൂലിൻ്റെ വെളിച്ചമായി മാറി എന്നുള്ളത് എന്താണ്, ഇത് ഇപ്പോൾ ഈ കവി പറഞ്ഞതുപോലുള്ള വെളിച്ചാണ്. അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസന്നത ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. ഒരാളിങ്ങനെ പിന്നിങ്ങനെ ഇതുപോലെ വെളിച്ചം കത്തി നിൽക്കുക എന്നുള്ളതും ഒരാൾ പ്രസന്നൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂലുള്ള പ്രഭയുള്ള പ്രസന്നമായ പ്രകൃതക്കാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ. പലരും, ഞാനിതിനു മുമ്പ് ഇവിടെ മദീനയിൽ നടന്നൊരു ചരിത്രം പിന്നെ പറഞ്ഞിരുന്നു. താരിഖ് ബിൻ അബ്ദില്ല അൽ മുഹാരിബി എന്നവരിൽ നിന്ന് ഇമാം ദാറഖുത്നി അദ്ദേഹത്തിൻ്റെ സുനൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ചില തഫ്സീറുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ താരിഖ് ബിൻ അബ്ദുല്ല അൽ മുഹാരിബി, ബനു മുഹാരിബി ഗോത്രം ഉണ്ടല്ലോ, അവർ ഈ റബ്ദയുടെ പിന്നെ കിഴക്ക് ഭാഗം അവിടെ പാർത്തിയിരുന്ന ഒരു അറേബ്യൻ ഗോത്രമാണ്. അപ്പോൾ ഈ ബനു മുഹാരിബ് ഗോത്രം അവർ പിന്നെ മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ താരിഖ് ബിൻ അബ്ദില്ല അൽ മുഹാരിബി പറയാണ്, ഞങ്ങളുടെ കൂടെ ഒരു ബഈനത്തെ ഉണ്ടായിരുന്നുള്ളൂ. ബഈന എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ്, വലിയൊരു സംഘമാണ് വരുന്നത്, പക്ഷേ അവരിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. പെണ്ണ് ഒട്ടകപ്പുറത്ത് വരുന്നതിനാണ് ബഈന എന്ന് പറയാം, ബഈന. അപ്പോൾ ഞങ്ങൾ മദീനയോട് അടുത്ത് എത്തി. അങ്ങനെ മദീനയിലോട് ഞങ്ങൾ അടുത്തെത്തി. അപ്പോൾ ജാഅന റജുലുൻ അലൈഹി സൗബാനി അബിയദാനി എന്നാണ്, ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു, 2 വെള്ള വസ്ത്രം അണിഞ്ഞിട്ടാണ് അയാൾ വന്നത്. ഒരാൾ വന്നു. അങ്ങനെ മനിൽ ഖൗം, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു മിനർ റബ്ദ, ഞങ്ങൾ റബ്ദയിൽ നിന്നാണെന്ന് പറഞ്ഞു. റബ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അകലെ മദീനയുടെ കിഴക്ക് തെക്ക് വടക്ക് ഭാഗം, അതിനാണ് റബ്ദ പറയുക, അവിടുന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ ഈ താരിഖ് ബിൻ അബ്ദില്ല പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ റബ്ദയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഒരു ജമലുൻ അഹ്മർ ഉണ്ടായിരുന്നു. ജമലുൻ അഹ്മർ എന്ന് പറഞ്ഞാൽ എന്താ, ചുവന്ന ഒട്ടകം. അറബികൾക്ക് ഈ ചുവന്ന ഒട്ടകം ഭയങ്കര ഇമ്പാണ്, ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, നിനക്ക് ചുവന്ന ഒട്ടകം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ഹിദായത്തിലാകലാന്ന് പറഞ്ഞില്ലേ, അതന്നെ ചുവന്ന. അപ്പോൾ ഈ ഞങ്ങളുടെ കൂടെ ഒരു ചുവന്ന ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ള വസ്ത്രം ധരിച്ചു വന്ന വ്യക്തി ഞങ്ങളോട് ചോദിച്ചു, തബിഊന ജമലക്കും ഹാദാ, നിങ്ങളുടെ ഈ ഒട്ടകം നിങ്ങൾ വിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ, ഞങ്ങൾ ഇതിന് വിൽക്കാൻ തയ്യാറാണ്, ഒരു യാത്ര സംഘം. അപ്പോൾ ബിക്കം, എത്രക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബിക്കഥ മിൻ സായി മിൻ തമർ, ഇത്ര സായ് കാരക്കക്ക് ഞങ്ങളിത് വിൽക്കാം എന്ന് പറഞ്ഞേ, ഒട്ടകത്തെ വിൽക്കാന്ന് പറയുന്നത്. അപ്പോൾ താരിഖ് ബിൻ അബ്ദില്ല പറയാണ്, ഞങ്ങളോട് ഒന്നും കുറച്ച് ചോദിച്ചില്ല, ഞങ്ങൾ എത്ര അളവാണോ പറഞ്ഞത് ഒട്ടകത്തിന് അത്ര അളവ് അദ്ദേഹം തരാം എന്ന നിലക്ക് എന്ത് ചെയ്തു, അദ്ദേഹം ഒട്ടകത്തെ പിടിച്ച് കടന്നുപോയി. ഇത് തന്നിട്ടില്ല, കാരക്ക തന്നിട്ടില്ല. കാരക്ക എത്ര തരാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുറക്കാതെ ഒട്ടകത്തെ വാങ്ങിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം മദീനയിലേക്ക് കടന്നുപോയി എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ പറയണ താരിഖ് ബിൻ അബ്ദില്ല പറയുന്നത്, ഞങ്ങൾ യാത്രാ സംഘം ഞങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്താൻ തുടങ്ങി. നമുക്ക് അറിയാത്തൊരാൾ നമ്മൾ ഒട്ടകത്തിന് വില പറഞ്ഞ്
കൊടുത്ത് പൈസ തരാതെയാണ് ആ ഒട്ടകത്തെ പിടിച്ചു പോയത്, നമ്മൾ എന്ത് പണിയാണ് ചെയ്തത് പറഞ്ഞു. അപ്പോൾ ഈ ബഈനത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ കൂട്ടത്തിലുള്ള സ്ത്രീ അവർ പറയാണ് ലാ തലാവമു, ഒരിക്കലും അന്യോന്യം കുറ്റപ്പെടുത്തേണ്ടതില്ല. ഫ ഇന്നി റഅയ്തു റജുലൻ മാ റഅയ്ത വജ്ഹ റജുലിൻ അഷ്ബഹ മിനൽ ഖമരി ലൈലത്തൽ ബദർ മിൻഹു. ഒരിക്കലും നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തണ്ട, കാരണം ഞാൻ ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയെ ഞാൻ കണ്ടു പൂർണ്ണചന്ദ്രനോട്, പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനോട് പ്രസന്നതയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തോളം കാന്തിയുള്ള ഒരു മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അയാൾ, അതുകൊണ്ടില്ലാത്ത അവന് കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ കൂലി, നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ പൈസ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള അർത്ഥത്തിൽ ഈ സ്ത്രീ പറഞ്ഞു എന്നാണ്. അങ്ങനെ ഇവർ പറയാൻ ഞങ്ങൾ മദീനത്ത് എത്തി. പിന്നെ മദീനയിൽ എത്തി ഞങ്ങളൊരു പ്രദോഷമാകുന്ന സമയത്ത് ജാഅന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ അടുക്കലേക്ക് അള്ളാഹിൻ്റെ റസൂല് വന്നു എന്നാണ്. എന്തായിട്ട് ഒരു ലോഡ് കാരക്കയായിട്ട്, കുറേ കാരക്കയായിട്ട് വന്നിട്ട് പറഞ്ഞു കുലു മിൻഹ ഹത്താ തശ്ബഉ വക്താലു ഹത്താ തസ്തൗഫു, നിങ്ങൾക്ക് വയറ് നിറയോളം ഇതിന് തിന്നോളി, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ കാശുണ്ടല്ലോ അത് എത്രയാണോ അത്ര നിങ്ങൾ അളന്നെടുത്തോളി എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദൂതനാണ്, റസൂലിനെ പറഞ്ഞയച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വയറ് നിറയോളം ഈ കാരക്ക തിന്നോളി, എത്രയാണോ അളന്നു കൊണ്ടുപോകേണ്ടത് അത്ര അളന്നു കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അവർ പറയാണ്, താരിഖ് അള്ളാഹ് പറയാണ്, ഫഅക്കൽന ഹത്ത ഷബിയന വക്തൽന ഹത്ത സ്തൗഫൈന എന്നാണ്. ഞങ്ങൾക്ക് വയറ് അറിയോളം യാത്രാസംഘമല്ലേ, ഞങ്ങളതിന്ന് ഭക്ഷിച്ചു, പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂലി എത്രയാണോ അത് തികയോളം ഞങ്ങൾ അതിൽ നിന്ന് അളന്നെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വിഷയം എന്താ, വിഷയം ആ സ്ത്രീ നോക്കി നിങ്ങൾ, ആളുകളൊക്കെ ഓരോ കാര്യങ്ങളിൽ മശ്ഗൂലാണ്, പക്ഷെ സ്ത്രീ നോക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഇത് ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. റസൂലുള്ളാഹിൻ്റെ കാന്തിയാണ്, ശാരീരിക ഭംഗിയാണ് നോക്കിയത്. അവർ പറയുന്നത് പൗർണമിയിൽ ഒരു പൂർണ്ണേന്ദു അതിൻ്റെ പ്രസന്നതയിൽ ഞാനാണ് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഞാനൊന്നും ചോദിച്ചില്ല വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു ഒക്കെ ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ, അല്ല, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അതിൻ്റെ കാന്തി പൂർണ്ണചന്ദ്രൻ്റെ കാന്തിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നായിരുന്നു ഒരു പ്രസന്നത ഉണ്ടായിരുന്നു, മുഖക്കാന്തി ഉണ്ടായിരുന്നു, അത് ശരിയാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ എന്തല്ല, നിന്ന് കത്തുന്ന ഒരു പിന്നെ വെട്ടം ആയിരുന്നില്ല. ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജം മുനീറായിരുന്നു. ഏത് വിഷയത്തിൽ, അന്ധകാരങ്ങളിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് ആളുകൾക്ക് വിജ്ഞാനങ്ങളിലേക്ക്, സൽമാർഗത്തിലേക്ക് വഴി തെളിയിക്കുന്ന വിഷയത്തിൽ. അതാണ് ഇവിടെ ഈ സിറാജം മുനീറ അതിൻ്റെ ഒരു ഉദ്ദേശം. ഈ സ്ത്രീകളുടെ നോട്ടമുണ്ടല്ലോ, ആണുങ്ങൾ ഇപ്പം നമ്മൾ സുഹൃത്ത് യൂസുഫ് എടുത്തപ്പോൾ സുഹൃത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്തൊക്കെയായിട്ടാണ് ആളുകൾ ഇതാക്കണത് അല്ലേ. പിന്നെ പലരും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വിധി പറഞ്ഞിട്ടുണ്ട്, വിശേഷിപ്പിക്കുകയും വിധി പറയുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. കുട്ടിയായപ്പോൾ കണ്ടപ്പോൾ ഒരു വാപ്പാക്ക് യൂസുഫിനോട് ഇഷ്ടമുണ്ടായിരുന്നു. യൂസുഫിൻ്റെ സഹോദരങ്ങൾക്ക് യൂസുഫിനോടുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കി. പിന്നെ കണ്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് കച്ചവട സംഘം എടുക്കുമ്പോൾ ഹദാ ഗുലാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർക്ക് നല്ലൊരു ചേലൊത്ത അടിമ അല്ലേ, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ. ആ നിലക്കാണ് എന്ത് ചെയ്ത് യാത്രാ സംഘം കണ്ടത് അല്ലേ. പിന്നെ ജയിലിലിട്ടപ്പോൾ തടവുകാർക്ക് ഇന്നാൻ അറാക്ക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ലൊരു സുഹൃതവാനാണ്, മുഹ്സിനാണെന്ന് നിൽക്കാണ് അവർ വിവരിച്ചത് അല്ലേ. കൊട്ടാരത്തിലേക്ക് പിന്നീട് വന്നു. കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ പിന്നെന്തായി, പിന്നെ നല്ലൊരു വിശ്വസ്തനാണ്, കരുത്തനാണ് എന്നുള്ള നിലക്കാണ് കൊട്ടാരത്തിൽ ഇത് വന്നത്. പിന്നെ മാർക്കറ്റിൽ നിന്ന് അസീസ് യൂസുഫിനെ വാങ്ങി. അപ്പോൾ പറഞ്ഞത് നമുക്ക് ഒരു പിന്നെ സേവകനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു വലത് ഇല്ലല്ലോ, നമുക്കൊരു കുട്ടിയായിട്ട് പിന്നെ ആ ക്രിമി മസ്വാഹു എന്നൊക്കെയാണ് ഭാര്യനോട് പറഞ്ഞത് അല്ലേ. പക്ഷെ പട്ടണത്തിലെ സ്ത്രീകൾ യൂസുഫിനെ കണ്ടപ്പോൾ മാഹാദ ബഷറ ഇൻഹാദ ഇല്ല മലക്കുൻ കരീം എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾ കണ്ടപ്പോൾ ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല, ഇതൊരു ഭയങ്കര സുന്ദരനായ കരീമായ മലക്കാണെന്ന് പറഞ്ഞത്. അവർ ഉപരിപ്ലവമായിട്ടുള്ള അതിൻ്റെ സൗന്ദര്യമാണ് സ്ത്രീകളുടെ വിധി ഉണ്ടായത്. അതേപോലെ ഇവിടെ ആ സ്ത്രീ നോക്കിയത്
അവിടെ ഈ മുഖക്കാന്തിയെയും ഭംഗിയെയാണ്. ആണുങ്ങൾ എത്രയോ പേരുണ്ട്, അവർക്കൊന്നും എന്തില്ല, ഇത് വന്നില്ല. ഞാനിവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രസന്നതയുടെ ഒരു വിഷയമാണ്, അത് മനസ്സിലാക്കാനാണ്. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിറാണ് അല്ലേ, മുബശ്ശിറാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ, ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു, ഇങ്ങനെ റസൂലുള്ള പറയാറ് ആളുകളോട്. റസൂലുള്ള ആരെങ്കിലും ദഅവത്തിന് അയക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ അയക്കുകയാണെങ്കിൽ പറയും ബശ്ശിറു, നിങ്ങൾ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. വലാ തുനഫിറു, നിങ്ങൾ ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളതല്ല, വെറുപ്പിക്കാൻ പാടില്ല. വലാ തുനഫിറു. യസ്സിറു, നിങ്ങൾ എളുപ്പം കനിയണം. വലാ തുഅസ്സിറു, നിങ്ങൾ ആളുകൾക്ക് ഞെരുക്കുണ്ടാക്കരുത്. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കൽപ്പന ഉണ്ടാവാറുള്ളത്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹുവൊക്കെ റസൂലുള്ളാഹി ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ യമനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള പറയുന്നതാണ് ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ, വലാ തഖ്തലിഫ തതാവഅ, ഇങ്ങനെയൊക്കെ പറഞ്ഞയച്ചേ കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിറാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ് വബശ്ശിർ അൽ മുഅ്മിനീൻ, അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്. എന്തുകൊണ്ട്? ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. ബിഅന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, ഫദ്ലൻ കബീറൻ, വമ്പിച്ച ഫദ്ൽ, വലിയ ഫദ്ൽ. എന്താ ഈ ഫദ്ൽ? ഇവിടെ ഫദ്ൽ എന്തെന്നുള്ളത് പറയാം. ഈ ഫദ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മിച്ചം വരൂലേ, അതിനാ പറയാം. ഇപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളം തൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് മിച്ചമുള്ളതിനാണ് ഫദ്ൽ എന്ന് പറയാം. താൻ ഉപയോഗിച്ചിട്ട് മിച്ചമുള്ളത് മറ്റുള്ളവർക്ക് തടയുന്നവരെ കുറിച്ച് റസൂൽ പറഞ്ഞില്ലേ? അള്ളാഹിൻ്റെ ഔദാര്യം തടയുന്നവരെ കുറിച്ച് പറഞ്ഞില്ലേ? താൻ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതാണ്, മിച്ചമുള്ളതാണ്. അത് വന്നിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ അയാൾക്കത് തടയുന്ന വ്യക്തി എത്ര ദുഷ്ടനാ. ഫദ്ൽ അതാണ്. ഒരാൾക്ക് നൽകേണ്ട പാരിതോഷികം, അല്ലെങ്കിൽ ഒരാൾക്ക് നൽകേണ്ട കൂലി, വേതനം, പാരിതോഷികം, അത് നൽകിയിട്ട് പിന്നെ ആ നൽകേണ്ട പൂർത്തിയായിട്ട് കൊടുത്തു, എന്നിട്ട് പിന്നെ ഏറെ കൊടുക്കുന്നത്, അതാണ് ഫദ്ൽ, ഏറെ കൊടുക്കുന്നത്. അൽ അതാഉ ബഅദൽ അതിയ്യത്തിന്നോ ഇങ്ങനെ പ്രയോഗം. അതിയ്യക്ക് ശേഷം നൽകുന്ന അതിയ്യ എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾക്ക് നൽകേണ്ട സമ്മാനാണെങ്കിൽ സമ്മാനം, അല്ലെങ്കിൽ കൂലിയാണെങ്കിൽ കൂലി, എന്നിട്ട് പിന്നെ കൊടുക്കുന്ന ഏറെ, അതാണ് ഫദ്ൽ ഭാഷയിൽ. പക്ഷെ ഇവിടെ എന്താ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. ഈ അള്ളാഹുവിൽ നിന്ന് ഫദ്ലുൻ കബീർ അവർക്കുണ്ട് എന്ന് മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള അൽ ഫദ്ലുൽ കബീർ? അത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഷൂറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഷൂറയുടെ 22 നോക്കിയേ, എന്താ അള്ളാഹ് പറഞ്ഞത്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫി റൗളാത്തിൽ ജന്നാത്ത് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതാണ് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഫി റൗദാത്തിൽ ജന്നാത്ത്, ഫി റൗദാത്തിൽ ജന്നാത്ത്, സ്വർഗത്തിൻ്റെ റൗദകളിലായിരിക്കും, സ്വർഗീയ തോപ്പുകളിലായിരിക്കും. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ അവരുദ്ദേശിക്കുന്നതുണ്ടായിരിക്കും. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, സ്വർഗത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അവർക്കുണ്ടായിരിക്കും. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. ദാലിക, അതാകുന്നു അൽ ഫദ്ലുൽ കബീർ എന്നാണ്. എന്താ അൽ ഫദ്ലുൽ കബീർ? അപ്പോൾ എന്താ എന്താ അൽ ഫദ്ലുൽ കബീർ? റൗദാത്തുൽ ജന്നാത്ത്, സ്വർഗത്തിൻ്റെ റൗദകൾ, റൗദ എന്ന് പറഞ്ഞാൽ തോപ്പുകൾ, സ്വർഗീയ തോട്ടങ്ങൾ. പിന്നെ ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, റബ്ബിങ്കൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നതെല്ലാം. അപ്പോൾ സ്വർഗീയ തോപ്പുകളും റബ്ബിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തോ അതെല്ലാം, അതാണെന്ത്? അൽ ഫദ്ലുൽ കബീർ. അതാണ് വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇബ്നു അത്തിയ്യ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഇബ്നു അത്തിയ്യ, അദ്ദേഹം സ്പെയിനിൽ ഒരു വിശ്രുതനായ സ്പെയിനിലെ ഗർണാത്തയിൽ
ഒരു കാലത്തെ അവിടുത്തെ മുഫ്തിയും അവിടുത്തെ ഖാദിയൊക്കെ ആയിരുന്നു. ഗർനാത്ത മുസ്ലിമീങ്ങളുടെ കീഴിലായിരുന്ന കാലത്ത് 500 ഹിജ്റയുടെ 500-ന് ശേഷമാണ് പിന്നെ ഇദ്ദേഹം ഒക്കെ ജീവിച്ചത്. ഇബ്നു അത്തിയ്യ ജീവിച്ചത്. ഇബ്നു അത്തിയ്യ അൽ ഗർനാത്തി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ. ഈ ഇബ്നു അത്തിയ്യ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉദ്ധരിച്ച് പറയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബൂബക്കർ. ഇബ്നു അത്തിയ്യ അത്തിയ്യൻ്റെ മകൻ എന്നാണ്. അപ്പോൾ അയാളുടെ പേരെന്താ? അദ്ദേഹത്തിൻ്റെ പേര് ഗാലിബ്. ഗാലിബ് ഇബ്നു അത്തിയ്യയാണ് അൽ ഗർനാത്തി. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉദ്ധരിച്ച് പറയാണ് അബൂബക്കർ ഇബ്നു ഗാലിബ് ഇബ്നു അത്തിയ്യ അൽ ഗർനാത്തി. 518 അല്ലെങ്കിൽ 28 അദ്ദേഹം ഇരിക്കുന്നത്. ഈ അബൂബക്കർ ഇബ്നു ഗാലിബ് അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അർജ ആയ ഏറ്റവും പ്രതീക്ഷ തരുന്ന ആയത്ത് ഈ ആയത്താണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നമുക്കുണ്ടല്ലോ, പിന്നെ ഒരായത്ത് ഓതുമ്പോൾ ചില ആയത്ത് ഓതുമ്പോൾ നന്നായി പേടി തോന്നും. അങ്ങനെ പേടി ദ്യോതിപ്പിക്കുന്ന ആയത്തുകളെക്കുറിച്ച് എന്താ പറയുക, അഹ്വഫ് ആയ എന്നാണ്, ഏറ്റവും പേടി തരുന്ന ആയത്ത് എന്നുള്ളത്. ചില ആയത്തിനെ കുറിച്ച് നമുക്ക് ആ ആയത്ത് പിന്നെ നല്ല പ്രതീക്ഷ തരുന്ന ആയത്ത് എന്നുള്ളത് അങ്ങനെ പറയും. അർജ ആയ ചില ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ ഖുർആൻ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് അർജ ആയ കുൽക്കുല്ലു യഅമലു അലാ ഷാക്കിലതിഹി എന്നുള്ള ആയത്താണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു സൂറത്ത് ഗാഫിറിലെ ഗാഫിരി ദംബി വഖാബിലി തൗബി ഷദീദിൽ ഇഖാബ് എന്നുള്ള ആയത്ത് അദ്ദേഹത്തിന് ഏറ്റവും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അലി റളിയല്ലാഹു അൻഹു ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തിൽ. ഇങ്ങനെ പല പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആൻ വായിച്ചപ്പോൾ ചില ആളുകൾക്ക് ആയത്തുദ്ദൈൻ യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനി ഇലാ അജലിൻ മുസമ്മ ഫക്തുബു, അതാണ് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്നാണ്. പിന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് വിശുദ്ധ ഖുർആനിൽ 6200 ചില്ലാനം ആയത്തുകൾ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈൻ, കടം എഴുതുന്നതിനെ കുറിച്ചുള്ള ആയത്ത്. ഏറ്റവും വലിയ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ, ഒരു ദാസൻ്റെ സ്വത്തിൻ്റെ വിഷയത്തിലാണ് അവതരിപ്പിച്ചത്. ഒരാളുടെ ഹക്കിൻ്റെ വിഷയത്തിൽ കടം കൊടുക്കുമ്പോൾ അത് എഴുതണം എന്നുള്ളത് ഒരു വ്യക്തിൻ്റെ ഹക്കല്ലേ. ആ ഹക്കിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ആയത്ത് ഇറക്കിയിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹു അടിമകളുടെ വിഷയത്തിൽ, മനുഷ്യന്മാരുടെ വിഷയത്തിൽ എത്ര ശ്രദ്ധാലുവായ അള്ളാഹുവാണ്. അപ്പോൾ ആ അള്ളാഹു ഒരിക്കലും ചെയ്യില്ല. അള്ളാഹു തരേണ്ടത് ഒരു കാര്യത്തെ ഹനിക്കുകയോ കുറക്കുകയോ ഇല്ല എന്നുള്ള ആ ഒരു വായനയിൽ ചില ആളുകൾ പറഞ്ഞു ആയത്തുദ്ദൈൻ അതാണ് ഏറ്റവും അർജ ആയ പ്രതീക്ഷ തരുന്ന ആയത്ത് എന്ന് പറഞ്ഞു. അതാണ് ഓരോരുത്തരുടെയും പഠനത്തിൻ്റെ, ഖുർആൻ പഠനത്തിൻ്റെ ഓരോ വിഷയമാണിത്. അപ്പോൾ ഇബ്നു അത്തിയ്യൻ്റെ വാപ്പ അബൂബക്കർ ഇബ്നു ഗാലിബ് അദ്ദേഹം പറയാണ്, ഞാൻ ഖുർആൻ പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രതീക്ഷ തന്ന ആയത്ത് ഇതാണ്. ഏത്? ഇത് പ്രതീക്ഷയുള്ള ആയത്താൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഷീറിൽ മുഅ്മിനീന ബി അന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തരം അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു. ഇത് പ്രസ്താവനയാണ്, ഖബറാണ് ഇവിടെ. എന്താ? മുഅ്മിനീങ്ങൾക്ക് ഫദ്ലുൻ കബീറുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനുള്ള പ്രസ്താവനയാണിത്, ഖബറാണ്. പക്ഷേ ഇതിൻ്റെ തഫ്സീർ അദ്ദേഹം പറയാണ്, ഇബ്നു അത്തിയ്യൻ്റെ വാപ്പ പറയാണ്, അബൂബക്കർ ഇബ്നു ഗാലിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇതിൻ്റെ തഫ്സീർ സൂറത്ത് ശൂറയുടെ 22-ാം വചനത്തിലുണ്ട്. ഇതിൻ്റെ തഫ്സീർ ഇത് ഖബറാണ്, അത് തഫ്സീറാണ്. എന്താ? എന്നിട്ട് ഈ ആയത്തോതി എന്ത്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫി റൗദാത്തിൽ ജന്നാത്ത് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അങ്ങനെ വായന നടത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതാണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്ന് അദ്ദേഹം ഇബ്നു അത്തിയ്യയോട് പറഞ്ഞു എന്നാണ്. ബാപ്പ മകനോട് പറഞ്ഞു എന്നുള്ളതാണ്. ബാപ്പയും മക്കളും ഖുർആൻ പഠിക്കുന്ന വിഷയമാണത്. ഒപ്പം ആ പഠനം ഇങ്ങനെ ഓതി പോവുകയല്ല, പിന്നെ അതിൻ്റെ വിധികൾ മനസ്സിലാക്കി വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടുള്ള വായനയാണ് എന്നുള്ളതും കൂടി അതിൽ നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിറാണ്. അതിൻ്റെ ഒരു ഇതാണ്, വിധിയാണ് ഇവിടെ പറയുന്നത്. വബശ്ശിരിൽ മുഅ്മിനീന ബി അന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. അൽ ഫദ്ലുൽ കബീർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂറത്ത് ശൂറയിലെ 22-ാം ആയത്ത് മനസ്സിലാക്കി തന്നു. അത് സ്വർഗമാണ്. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇയാൾ ഉദ്ദേശിക്കുന്ന, സ്വർഗവാസി ഉദ്ദേശിക്കുന്ന എല്ലാം അള്ളാഹു തനിയലാണ്. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീന വദഅ അദാഹും വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല. ഈ ആയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയതാ അല്ലേ? എവിടെ പഠിച്ചു പോയത്? വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ എവിടെ പഠിച്ചത്?
സൂറത്ത് ഹസാബിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, അല്ലേ? ഒന്നാമത്തെ ആയത്ത് അതാണ്. കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളെയും അനുസരിച്ച് പോകരുത്. നമ്മൾ അതിൻ്റെ ചരിത്രവും ഇതെന്തുകൊണ്ട് പറഞ്ഞു, ഈ കാഫിരീൻ മുനാഫിഖീൻ ഇതിൻ്റെ ഉദ്ദേശമൊക്കെ നമ്മൾ പറഞ്ഞു. സൂറത്ത് തൗബ ഈ അഹ്സാബിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ യാ അയ്യുഹൻ നബി ഇത്തഖില്ലാ, നബിയെ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകൂ, വലാ തുതിഇൽ കാഫിരീൻ, കാഫിരീങ്ങളെ അനുസരിക്കരുത്, വൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ വദ അദാഹും എന്നുള്ളതില്ല. എന്താ വദ അദാഹും? വദ താങ്കൾ വിഗണിക്കുക, വിട്ടേക്കുക. അദാഹും അവരുടെ ദ്രോഹം, അവരുടെ ദ്രോഹം, ഉപദ്രവം, അവരുടെ അവർ അങ്ങേക്ക് ഉണ്ടാക്കുന്ന ദ്രോഹങ്ങളുണ്ടല്ലോ, ഉപദ്രവങ്ങൾ, അതിനെ വിഗണിക്കാൻ പറയണം, വിട്ടേക്കാൻ പറയണം. കാരണം എന്താ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൈകാര്യം ചെയ്തോളും എന്നർത്ഥത്തിൽ. അള്ളാഹു അത് കൈകാര്യം ചെയ്തോളും എന്നർത്ഥത്തിൽ. ഇവിടെ വേറൊരു അർത്ഥമുണ്ട്. വദഅദാഹും, എന്താ? വദഅദാഹും, അവരെ അത ചെയ്യുന്നത് ഉണ്ടല്ലോ, താങ്കൾ ഒഴിവാക്കുക എന്നാണ്. താങ്കൾ അവരെ ഉപദ്രവിക്കാൻ പോണ്ട എന്ന് പറയണം. താങ്കൾ ഒഴിവാക്കുക, അദാഹും, അവരെ ഉപദ്രവിക്കുന്നത്. ഈ കാഫിരീങ്ങളും മുനാഫിക്കീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കെണിയൊരുക്കുന്ന വിഷയമാണല്ലോ. കെണിയൊരുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അതിന് ചെവി കൊടുക്കാൻ പോണ്ട, അനുസരിക്കണ്ട, താങ്കൾ അവരെ കൈകാര്യം ചെയ്യേണ്ടതാണ്. വദഅദാഹും, അതാണ് താങ്കൾ അവരെ കൈകാര്യം ചെയ്യേണ്ട. അതാണ് അതിൻ്റെ ഒരു വേറെ അർത്ഥം. വതവക്കൽ അലല്ലാഹ്, താങ്കൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ മതി. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല, ഇതും കഴിഞ്ഞു പോയതാണ് നമുക്ക്. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല, ഒരായത്താണ്. സൂറത്ത് അഹ്സാബിൻ്റെ മൂന്നാമത്തെ ആയത്ത് ഇതാണ്. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല. ഒക്കെ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമല്ല. ഇവിടെ ഈ ഒരു പ്രയോഗമാണ് ഏറെ വന്നത്. വദഅദാഹും, അവർ താങ്കൾക്ക് നേരെ കൊണ്ടുവരുന്ന ദ്രോഹങ്ങൾ, അതിനെ താങ്കൾ വിട്ടേക്കൂ, വിഗണിക്കൂ എന്നാണ്. എന്താ? അള്ളാഹു അതിനെ കൈകാര്യം ചെയ്തോളും, അവരെ കൈകാര്യം ചെയ്തോളും എന്നർത്ഥത്തിൽ. വേറൊരു അർത്ഥം പറഞ്ഞത് വദഅദാഹും എന്ന് പറഞ്ഞാൽ അവരെ താങ്കൾ ഉപദ്രവിക്കുന്നത്, അവരുടെ ദ്രോഹങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ച് ദ്രോഹിക്കുക എന്നുള്ളത് അത് വേണ്ട, അവരെ ദ്രോഹിക്കാൻ പോണ്ട എന്നർത്ഥത്തിൽ. വദഅദാഹും വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുക, വകഫാ ബില്ലാഹി വക്കീല ഒക്കെ നമ്മൾ പറഞ്ഞത്. ഈ ആളുകളോട് താങ്കൾ പ്രതികരിക്കാൻ പോകണ്ട, അവരെ ഉപദ്രവിക്കണ്ട എന്നർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കാൻ വേണ്ടിയിട്ട് പറയാം. സൂറത്തുൽ അഹ്സാബിൻ്റെ പശ്ചാത്തലത്തിൽ സഖ്യകക്ഷികൾ അതിലൊരു കക്ഷി മുനാഫിക്കുകളും ഉണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ നമ്മൾ പറയല്ലേ ഈ ഹവാസിൻ ഗോത്രക്കാർ, വലിയൊരു സംഖ്യയാണ് ഹവാസിൻ ഗോത്രക്കാർ സഖ്യകക്ഷികളിൽ. അപ്പോൾ അവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അവർ മദീനത്ത് വിളയുന്ന കാരക്ക ചോദിക്കുന്നുണ്ടല്ലോ, ഇത്ര കാരക്ക വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറട്ടെ. അതേപോലെ തന്നെ പിന്നെ അങ്ങനത്തെ ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പം പിന്നെ സഅദുമാർ റസൂലുള്ളാഹിന് ഇങ്ങനെയാണ് മദീനയിൽ വിളയുന്ന കാരക്കയുടെ വലിയ അളവ് കൊടുക്കാൻ, എന്നാലും ഒരു യുദ്ധം ഇല്ലാതാകട്ടെ എന്നുള്ള ആൾക്ക്. അപ്പോൾ സഅദുമാരാണ് സഅദ് ബിൻ ഉബാദയും സഅദ് ബിൻ മുആദുമാണ് പറയുന്നത്, ഞങ്ങളൊരിക്കലും ജാഹിലിയത്തിൽ കൊടുക്കാറില്ല, പിന്നെയാണ് ഇസ്ലാം ഞങ്ങൾ ആദരിച്ചതിന് ശേഷം പറ്റൂല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറയുന്നത് വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ വദഅദാഹും വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല, അത്തരത്തിലുള്ളതായ വിഷയങ്ങൾ. അതിൻ്റെ അർത്ഥം പിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണ്ട എന്നുള്ളത് എന്നോ അല്ലെങ്കിൽ പിന്നെ പ്രത്യാക്രമണം നടത്താൻ പാടില്ല എന്നുമല്ല. അതല്ലാ പറഞ്ഞല്ലോ ഊദിനല്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, അത് കാരണത്താൽ പിന്നെ പീഡിപ്പിക്കപ്പെട്ടവർക്ക്, യുദ്ധത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് തിരിച്ചടിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞതല്ലേ. അതിൻ്റെ സന്ദർഭങ്ങളിൽ അത് പറയപ്പെട്ടതാണ്. തയ്യിബ് വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല. ഇതിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ്. ഇത് ഉമ്മത്തികളോടുള്ള അഭിസംബോധനയാണ്, മനസ്സിലായില്ലേ? അവിശ്വാസികൾ, കപട വിശ്വാസികൾക്ക് എന്തെങ്കിലും കുതന്ത്രങ്ങളോ കുബുദ്ധികളോ
പ്രയോഗിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, അവരെ അനുസരിച്ച് പോകരുത്, അവർക്ക് വിധേയരായി കൊടുക്കരുത് എന്നുള്ള പറയണം. എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ വദഅദാഹും, അവരുടെ ഉപദ്രവങ്ങളെ എന്ത് ചെയ്യാൻ വിഗണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. വകഫാ ബില്ലാഹി വക്കീല. നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണ് ദഅവത്ത് നടത്തുന്നത്? അള്ളാൻ്റെ അടുക്കലുള്ള കണ്ടിട്ടാണ് ദഅവത്ത് നടത്തുന്നത്. സ്വർഗം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ പഠിച്ചവൻ്റെ കൂലി മോഹിച്ചിട്ടാണ് ദഅവത്ത് നടത്തുന്നത്. അപ്പോൾ ആ മാർഗ്ഗേന നമുക്ക് സഹിക്കേണ്ടി വന്നാൽ നമ്മൾ സഹിക്കണം, ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കണം. ആ മാർഗ്ഗത്തിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് സമർപ്പിക്കണം. അതൊക്കെ ലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഭീരുക്കളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പരാജിതരായിട്ടോ അല്ല. നബിമാർ മുഴുവൻ ദഅവത്ത് നടത്തിയത് അങ്ങനെയാണ്. എല്ലാ നബിമാരും ദഅവത്ത് നടത്തിയത് അങ്ങനെയാണ്. ശത്രുക്കൾ ആരെയും പൂമാലിട്ട് സ്വീകരിച്ചിട്ടില്ല, പരവതാനി വിരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുമില്ല. എല്ലാവരും ഈ പ്രബോധന വീതിയിൽ ക്ഷീണിതരായിരുന്നു, ക്ലേശപ്പെട്ടിരുന്നു, പ്രയാസപ്പെട്ടിരുന്നു. അതിൽ ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ ഏറ്റവും കൂടുതൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അവരൊക്കെയും അതാഹും ആ നിൽക്ക് തന്നെയാണ് ഇവിടെ പിടിച്ചു നിന്നത്, ഉറച്ചു നിന്നത്. അങ്ങനെയുള്ളവരെ അള്ളാഹ്ക്ക് വേണ്ടു. 1999 പേര് അതിൽ നിന്ന് ഒഴിവും, ഒരാൾ മാത്രം അതിൽ ആളുകളാണ്. വകഫാ ബില്ലാഹി വക്കീൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ വിഷയം കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേ വിശദീകരിച്ചാണ് സൂറത്ത് അഹ്സാബിൽ തന്നെ 3-ാമത്തെ ആയത്ത് ഇത് നമ്മൾ വിശദീകരിച്ചുള്ള. വക്കീലായി അള്ളാഹു മാത്രം മതി, അള്ളാഹു തന്നെ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വക്കീലും ഉണ്ട്, അസീലും ഉണ്ട്. വക്കാലത്തിൻ്റെ മസല പറയുമ്പോൾ അസീലാണോ സ്ട്രോങ് അതല്ല വക്കീലാണോ സ്ട്രോങ്? അസീൽ എന്ന് പറഞ്ഞാൽ വക്കാലത്തെ ഏൽപ്പിക്കുന്നവൻ. ഞാൻ ഒരാളെ വക്കാലത്തെ ഏൽപ്പിക്കുകയാണെങ്കിൽ അല്ല, ഞാൻ അസീൽ, അയാൾ വക്കീൽ. ആരാ സ്ട്രോങ്? വക്കീലാ സ്ട്രോങ്, അസീലാ സ്ട്രോങ്? അതൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ വക്കീലാണ് സ്ട്രോങ്. ഇവിടെ ആരാ വക്കീൽ? അള്ളാഹുവാണ്. വക്കാലത്ത് ഹിഫ്ളാണ്. വക്കാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഹിഫ്ള് എന്നാണ്, സംരക്ഷണം എന്നാണ്. അപ്പോൾ വക്കീൽ എന്ന അള്ളാൻ്റെ പേര് പറയുമ്പോൾ ഹാഫിൾ, സംരക്ഷകൻ എന്നുള്ള അർത്ഥമാണ്. എപ്പോഴും അസീലിന് തടസ്സങ്ങൾ ഉണ്ടാവുകയും അസീൽ പോരായ്മയുള്ളവനാവുകയും ചെയ്യുമ്പോഴാണ് വക്കീലിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. വക്കീൽ സ്ട്രോങ് ആണ്. ഇവിടെ എന്തായാലും വക്കീൽ സ്ട്രോങ് ആണ്. കാരണം അസീൽ എന്നും ദുർബലനാണ്, അസീൽ ആവശ്യക്കാരനാണ്, അസീൽ ഫക്കീറാണ്, ദഈഫാണ്. ഫക്കീറും ദഈഫും ഒക്കെ അടിമയായത് കാരണത്താൽ എപ്പോഴും ഖവിയായ ഖനിയായ വക്കീലിലേക്ക് ആശ്രിതരാണ്. ഇവിടെ എന്തായാലും അതാണ്. ദുനിയാവിൽ നമ്മൾ വക്കാലത്ത് കൊടുക്കുമ്പോൾ തന്നെ എന്തല്ലോ വക്കീൽ അസീൽ ആരാണ്? അസീൽ എപ്പോഴും ബിസിയാണ്, അല്ലെങ്കിൽ അസീൽ പോകാനും വരാനും കഴിയൂല. മുപ്പർക്ക് ഷുഗർ മരുന്ന് കുടിക്കണം, കൊളസ്ട്രോളിന് മരുന്ന് കുടിക്കണം, ഇവർക്ക് അവിടെ എന്ത് പ്രശ്നം, ഇവിടെ പ്രശ്നവും ഊരവേദന, അത് ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് പിന്നെ വക്കീലിനെ ഏൽപ്പിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എപ്പോഴും വക്കീലാണ്, ഖനിയാണ്, ഖവിയാണ്, എല്ലാത്തിനും കഴിവുറ്റ സമതാണ്. വകഫാ ബില്ലാഹി വക്കീല. ഇനിയാണ് നമുക്ക്, ഞാൻ ഇന്ന് ഈ ആയത്തെടുക്കാൻ നമ്മൾ ഇത് അറിയാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്പം ഈ സൂറത്തുൽ അഹ്സാബിൽ ഒരു തലാഖിൻ്റെ വിഷയം വന്നു, നിക്കാഹിൻ്റെ വിഷയം വന്നു അല്ലേ? എവിടെയാണ് വന്ന്? നിക്കാഹിൻ്റെയും തലാഖിൻ്റെ ഒക്കെ വിഷയം എവിടെ വന്ന്? സൂറത്ത് അഹ്സാബിൽ വന്നോ? എവിടെ വന്ന്? സെയ്ദ് ബിൻ ഹാരിസ, സെയ്നബിനെ തലാഖ് അല്ലേ, തലാഖ് ആ വിഷയം വന്നു. സൈനബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച വിഷയമൊക്കെ വന്നില്ലേ? അപ്പോൾ ഒരു നിക്കാഹിൻ്റെയും തലാഖിൻ്റെയും ഒക്കെ വിഷയം വന്ന സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ കുറേ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഒരു വിഷയം കൊണ്ടുവരികയാണ് ഇനി. നിക്കാഹുമായി ബന്ധപ്പെട്ട് തലാഖുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതിലിവിടെ ഈ ആയത്തിൽ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാതി സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ ഫമത്തിഊഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ ജമീല എന്ന് പറയാണ്. എന്താണ് ഇതിൻ്റെ വിഷയം? ഈ ആയത്തിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയ വിഷയം? എന്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഇതിൽ നിക്കാഹ് പറയുന്നുണ്ട്, തലാഖ് പറയുന്നുണ്ട്.
അതൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ എന്താണ് ഇതിലെ വിഷയം? നിക്കാഹ് കഴിഞ്ഞ് തലാക്ക് നിർവഹിച്ചു. എങ്ങനെ? മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, അവരെ നിക്കാഹ് കഴിച്ച സ്ത്രീയെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് നടന്നാൽ അവരുടെ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവരുടെ ഇദ്ദയുടെ വിഷയമാണ്. സൂറത്തുൽ ബഖറയിൽ പിന്നെ എന്തുണ്ട്? അവരുടെ മഹറിൻ്റെ വിഷയം പറഞ്ഞു പോയിട്ടുണ്ട്. ഫനിസ്ഫു മാ ഫറബ്തും എന്ന് പറഞ്ഞിട്ട് മഹറിൻ്റെ വിഷയം ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ നിക്കാഹ് നടന്നു, എന്നിട്ട് അറയിൽ കൂടിയില്ല, അതിന് മുമ്പ് തലാക്കായി. നിക്കാഹ് നടന്നു, അറയിൽ കൂടുന്നതിന് മുമ്പ് തലാക്കായിട്ടുണ്ട് എങ്കിൽ ഇദ്ദ എന്ത് എന്നുള്ളതാണ് ഇവിടെ മഹറിൻ്റെ വിഷയമാണ് സൂറത്തുൽ ബഖറയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഇദാ നകഹ്തും, നിങ്ങൾ നിക്കാഹ് ചെയ്താൽ ആരെ? അൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ മുഅ്മിനത്തുകളായ സ്ത്രീകളെ. സുമ്മ, തുടർന്ന് തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ തലാഖ് ചൊല്ലി, മിൻ ഖബിൽ അൻ തമസ്സൂഹുൻ, അവരെ നിങ്ങൾ തൊടുന്നതിന് മുമ്പ്. മിൻ ഖബിൽ അൻ തമസ്സു, മസ്സ യമസ്സു, തമസ്സു, മസ്സ എന്നുണ്ടെങ്കിൽ ബില്യത്ത്, കൈ കൊണ്ട് ഇങ്ങനെ തൊടുന്നതിനാണ് പറയാം. മിൻ ഖബിലി അൻ തമസ്സൂഹുൻ, അവരെ നിങ്ങൾ തൊടുന്നതിന് മുമ്പ്. ഇവിടെ ഈ മസ് എന്ന് പറഞ്ഞെങ്കിൽ കേവലം തൊടലല്ല, പറയാം. അവരെ നിങ്ങൾ തൊടുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ, ഉദ്ദേശം ആ സ്ത്രീകൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല, ഈ വിവാഹമോചിതയായ സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ടതില്ല എന്നാണ്. പക്ഷെ അള്ളാഹു പ്രയോഗിച്ചത് ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂന ഒക്കെ വിശദീകരിക്കേണ്ട ഭാഗമാണ്. അങ്ങനെ നിങ്ങൾ അവരെ തലാഖ് ചെല്ലുകയാണ് എങ്കിൽ ഫമത്തിഊഹുന്ന, നിങ്ങൾ അവർക്ക് മത്താഹ് നൽകണം. വസർരിഹൂഹുന്ന സറാഹൻ ജമീലൻ, സറാഹൻ ജമീലയായിട്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? യാത്രയാക്കണം എന്നതാണ്. അവരുടെ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള വിഷയമാണ്. ഇത് കുറേ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ വിഷയങ്ങൾ. അതിലൊന്ന് ഇവിടെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാഹ് രണ്ട് കാര്യത്തിന് പറയും. ഒന്ന് വിവാഹ ഉടമ്പടി നടത്തുന്നതിന് പറയും, പിന്നെ ഒന്ന് എന്തിനാ പറയുക? നിക്കാഹ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പറയും നിക്കാഹ് എന്ന് പറയും. ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്ന നിക്കാഹ് എന്ന് പറയും. വിവാഹ ഉടമ്പടി നടക്കുന്നതിനും ഉണ്ടല്ലോ, രണ്ട് സാക്ഷികൾ മുഖാന്തരം പെണ്ണിൻ്റെ വലിയ ഉണ്ടല്ലോ, ഈ വിവാഹ അന്വേഷകന് ഈ മൗലികത്തിലെ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങ്, അതാണ് നിക്കാഹ് അല്ലേ. ഇവിടെ ഇതാ നക്കാഹ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികളെ ലൈംഗികമായി പ്രാപിച്ചാൽ എന്ന അർത്ഥമല്ല. പിന്നെ ഇവിടെ വിവാഹ ഉടമ്പടി നടത്തിയാൽ എന്നുള്ളതാണ്. വിവാഹം ചെയ്താൽ ഇതാ നക്കാഹ്തും, നിങ്ങൾ വിവാഹം ചെയ്ത്, അതിവിടെ ഈ നിക്കാഹിൻ്റെ ഉദ്ദേശം വിവാഹമാണ്, വിവാഹ കരാർ. പിന്നെ ഇവിടെ അൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനാത്തുകളെ നിക്കാഹ് ചെയ്താൽ തഫ്സീറുകളിൽ കാണാം അത് ഇഹ്തിറാസൻ അല്ല, പിന്നെയോ ഗാലിബ് നോക്കിയാണ് എന്നാണ്. ഇങ്ങനെ ഒരു പ്രയോഗം കാണാം. ഇഹ്തിറാസൻ അല്ല, പിന്നെ ഗാലിബ് നോക്കിയാണ് എന്നാണ്, ഗാലിബിനെ നോക്കിയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് അല്ലേ? വേദക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. വൽ മുഹ്സനാത്ത് മിനല്ലദീന ഊത്തുൽ കിതാബ് മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ പതിവ്രതകളായ സ്ത്രീകൾ, അവർ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. ഇവിടെ നക്കഹത്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ മുഅ്മിനാത്തുകളെ വിവാഹം ചെയ്താൽ എന്ന് പറഞ്ഞെങ്കിൽ മുഅ്മിനാത്തിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്നുള്ളത് അവിടെ അല്ല. പിന്നെ പൊതുവെ മുസ്ലിമീങ്ങൾ വിവാഹം കഴിക്കല ഗാലിബിൽ എന്താണ്? ആരെയാണ് ഗാലിബിൽ വിവാഹം കഴിക്കൽ? ആരെയാണ്? മുഅ്മിനുകളാണ്, മുഅ്മിനത്തുകളായ സ്ത്രീകളാണ്. ആ ഉദ്ദേശപ്രകാരമാണ് ഇവിടെ മുഅ്മിനാത്ത് പ്രയോഗിച്ചത്. അല്ലാതെ ഇഹ്തിറാസൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ഈ വിധി ബാധകം എന്നല്ല. ഒരു ആൾ ഒരു വേദക്കാരിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വിധി ബാധകമാണ്. പക്ഷെ ഇവിടെ എന്തിനാണ് മുഅ്മിനാത്ത് എന്ന് പ്രയോഗിച്ചത്? അത് ഗാലിബിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ്. മുസ്ലിങ്ങളൊക്കെ ആരെ കല്യാണം കഴിക്കൊള്ളൂ? മുഅ്മിനാത്തിനെ കല്യാണം കഴിക്കൊള്ളൂ. വിരളം കേസുകളെ എന്തുള്ളൂ എന്ന് വ്യത്യസ്തമായിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇതാ നക്കഹ്തുമുൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഅ്മിനത്തുകളെയാണ് കല്യാണം കഴിക്കേണ്ടതെന്നുള്ളൊരു ഇതുണ്ട്, പ്രേരണ, ഒരു പ്രചോദനം, ഒരു പ്രോത്സാഹനം. അതാണ് എപ്പോഴും ഒരു വിശ്വാസിനിയായ സ്ത്രീയായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. വേദക്കാരിയെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അതന്വേഷിച്ച് പോകേണ്ടതില്ല എന്നുള്ള ഒരു സൂചനയാണ് പ്രയോഗത്തിലുള്ളത്. തയ്യ്. അപ്പോൾ ഇതാ നക്കഹ്തുമുൽ മുഅ്മിനാത്ത് ആയോ?
ഖലസ്